ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹത കൂടുന്നു. കേസിൽ കുഞ്ഞിന്റെ അമ്മയും അമ്മാവനും പോലീസ് കസ്റ്റഡിയിലാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അമ്മാവൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. എന്നാൽ എന്തിനായിരുന്നു കൊലപ്പെടുത്തിയത്? ഈ ചോദ്യത്തിനുത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലെടുത്ത കുഞ്ഞിന്റെ അച്ഛനെയും അമ്മൂമ്മയെയും കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരുന്നു. ഇവർ രണ്ടുപേരും മാത്രമാണ് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവും സഹോദരൻ ഹരികുമാറും തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അമ്പരപ്പിക്കുന്ന നിഗൂഢതയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലുള്ളത്. ഹരികുമാറും ശ്രീതുവും നിഗൂഢ മനസ്സുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. വിചിത്രമായ ചില രീതികളും ഇരുവർക്കുമുണ്ട്. തൊട്ടടുത്ത മുറികളിൽ താമസിച്ചുകൊണ്ട് ഇരുവരും വാട്സപ്പിൽ വീഡിയോ കോളുകൾ ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഇരുവരും തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ല. മന്ത്രവാദവുമായി കുഞ്ഞിന്റെ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശ്രീതു മതപഠന ക്ലാസുകളിൽ പങ്കെടുക്കുമായിരുന്നു. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ. ശ്രീതുവിന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ബാധ്യത മാറ്റാൻ ആഭിചാര ക്രിയകൾ നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ക്രിയകൾ നടത്താൻ നിയോഗിച്ചത് ഹരികുമാറിനെയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം കുഞ്ഞിന്റെ ജനനമാണെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കരിക്കകം സ്വദേശിയായ ദേവിദാസൻ എന്ന ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീതുവുമായി മതപരമായ വിഷയങ്ങളിൽ ദേവിദാസന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ശ്രീതു സ്ഥലം വാങ്ങാനായി 30 ലക്ഷം രൂപ ഗുരുവായ മന്ത്രവാദിക്ക് നൽകിയെന്നും പണം തട്ടിച്ചതായും പേട്ട സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൊലപാതകത്തിൽ ശ്രീതുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ഭർത്താവ് ശ്രീജിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ കുഞ്ഞിനെ കാണാതായ സമയത്ത് ഹരികുമാറിന്റെ മുറിക്കുള്ളിൽ തീ കത്തിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ശ്രീതുവും ഹരികുമാറും നിസ്സംഗരായാണ് നിന്നിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല ഹരികുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു ശ്രീതുവിന്റെ ആദ്യ മൊഴികൾ. അതിനാൽ ശ്രീതുവും സംശയനിഴലിലാണ്. അതിനിടെ ഹരികുമാറിനെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് റൂറൽ എസ് പി കെ സുദർശൻ പറഞ്ഞു. കേസിൽ അന്വേഷണം തുടരുകയാണ്. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ല. ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കും. ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും നഷ്ടമായ വാട്സപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കും. കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതിൽ അന്വേഷണം തുടരുകയാണ്. ഏതെങ്കിലും ആത്മീയ ആചാര്യന് പങ്കുണ്ടോ എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണം വേണം. പ്രതി ഹരികുമാർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പുറത്തു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും എസ് പി പറഞ്ഞു. കട്ടിൽ കത്തിയതിലും കുരുക്കിട്ട കയറിലും പ്രതി പറഞ്ഞ കാര്യങ്ങളിലും പരിശോധന വേണം. പ്രതി പറഞ്ഞ കാര്യങ്ങളിൽ സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുത്ത് അന്വേഷണം വേണം. ഹരികുമാറിന്റെ മൊഴി പൂർണ്ണമായി വിശ്വസിക്കാനാവില്ലെന്നും എസ് പി വ്യക്തമാക്കി.